ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുള്ള വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. ഇത് വേറെ എങ്ങും അല്ല, വ്ളോഗ് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. കുറച്ച് ജോലികളൊക്കെ ഉണ്ട് വീട്ടിൽ, അതൊക്കെ ചെയ്ത് ഒരു വ്ളോഗായിട്ട് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഇന്നലെ ഇട്ടിരുന്ന പിക്കിൾ അച്ചാറാണിത്. നാരങ്ങ അച്ചാർ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡ്രൈയിൽ ഇരിക്കുന്ന അച്ചാറാണ് കേട്ടോ. കാരണം മോൻസ് സാധാരണ നാരങ്ങ അച്ചാർ അവന് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എത്ര വർഷത്തെ പഴക്കമുണ്ട് ഇതിൻ്റെ ഈ റെസിപ്പിക്കെന്നറിയാമോ? എൻ്റെ അറിവിലൊരു 10-26 വർഷത്തിന് മേലെ പഴക്കമുള്ള റെസിപ്പിയായിരുന്നു. പക്ഷെ ഞാൻ അത് സക്സസ് ആയി, അടിപൊളിയായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ആവുമെന്ന്, പക്ഷെ ആയി. അപ്പം നമ്മുടെ ചെറിയ ചെറിയ ജോലികൾ അതൊക്കെയാണ്. ഇപ്പം എന്തെങ്കിലും കുക്കറിൽ അരി ഇട്ടു. ഞാൻ ഇടുന്നൊരു 1/4 ഗ്ലാസ് അരി എടുത്തോളും. കാരണം എനിക്ക് മോൻസും കൂടെ മാക്സിമം മോൻസ് ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ, നൈറ്റ് ചോറ് കഴിക്കത്തില്ല. ചെറിയ പൊന്നി റൈസാണല്ലോ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് 1/4 ഗ്ലാസ് അരി ഇടും. ആ ചോറാണ് ഉച്ചയ്ക്കത്തേക്ക്. പിന്നെ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ ചമ്മന്തി ഉണ്ട്, വറുത്ത ചമ്മന്തി. നമ്മുടെ ഇതിന് അപ്പത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളച്ചോറും ചമ്മന്തി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സാമ്പാർ ഇരിക്കുന്നുണ്ട്. മോൻസിൻ്റെ ഫേവററ്റ് സാധനമാണ് സാമ്പാർ. അത് പിന്നെ പിക്കിള്, പിന്നെ മെഴുക്കുവരട്ടി എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് എനിക്ക് മടിയായി. അന്നേരം ഉണ്ടാക്കേണ്ടതെന്ന് നാളത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അന്നേരം ഈ ഇരിക്കുന്ന സാധനം ഐറ്റം തീർന്നതിന് ശേഷം അടുത്തുണ്ടാക്കാം. അന്നേരം ഞാൻ ഇന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ ജോലി. അപ്പോൾ ഓരോന്നോരോ നമുക്ക് വഴിയെ കാണാം. നിങ്ങളും എന്നോട് ജോയിൻ ചെയ്തോളൂ, ഓക്കെ? അപ്പോഴെന്ന് വെച്ചാൽ ഈ ക്ലീൻ ചെയ്യുന്നത് വലിയ വീടായാലും ചെറിയ വീടായാലും ഭയങ്കര പാടാണെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത്. ഭയങ്കര പാടാണ്. കാരണം ഈ ചെറിയ സ്ഥലമാകുമ്പോൾ കുറേ സാധനങ്ങൾ അങ്ങും ഇങ്ങൊക്കെ നമ്മൾ വെച്ചിരിക്കും. ഈ വലിയ വീടാകുമ്പോൾ നമുക്ക് ഒത്തിരി സ്ഥലം കാണും. അതിലെനിക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റി. ചെറിയ വീട് എന്ന് വെച്ചാൽ ജോലിയുടെ അങ്ങ് അറ്റത്തായിരിക്കും. അതായത് കയറ്റുവായൊക്കെ എടുക്കണം. പിന്നെ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇട്ടിട്ടുണ്ട്, അത് കഴുകി വിരിക്കണം. അതൊരു ചെറിയ വീടായാലും വലിയ വീടായാലും ഈ തൂപ്പ് തുടപ്പ് ഒരു വലിയ ജോലി തന്നെയാണ്, അല്ലേ? ഇതെൻ്റെത്. നേരത്തെ ആദ്യം എടുത്ത് വെച്ചത് മോനൂസിൻ്റെത്. പെട്ടെന്ന് തൂത്തുവരെ തുടയ്ക്കാം. ജസ്റ്റ് ഒന്ന് പൊടിയടിക്കാനുണ്ട്, അതിപ്പോൾ ചെയ്യാം. അപ്പം ഞാൻ തൂത്തിട്ട് പെട്ടെന്ന് വരാം. പോലല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് വീട്ടിൽ ക്ലീൻ ചെയ്യുന്നതും വൃത്തിയാക്കുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ കേട്ടോ. എനിക്ക് മറ്റേ ചൂല് വെച്ച് തൂക്കുന്ന അത്ര അങ്ങോട്ട് പറ്റത്തില്ല, കുനിഞ്ഞ് തൂക്കാനേ. അതുകൊണ്ടാണ് ഈ ഒരു ബ്രഷ് വെച്ച് തൂക്കുന്നത്. ഇതാകുമ്പം എല്ലാ പൊടികളും ഇന്ന് പോരും. എല്ലാം ഇനി പോരും. നമ്മുടെ ഹോള് അതൊരു വലിയ സ്ഥലമാണ്. ഈ ഹോള് തുറക്കില്ല. കുറേ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ഇരിക്കുന്നുണ്ട്. അതൊന്നും തട്ടരുത്. എന്നിട്ട് വേണം തുറച്ചെടുക്കാൻ. ഏറ്റവും പാട് ഈ കുഞ്ഞു വീട് വൃത്തിയാക്കാനാണ്. എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്.
മോശം കയറുന്നത് തട്ടില്ല. ഈ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ഇങ്ങനെ കിടന്നങ്ങ് ഒത്തിരിയാവും. അങ്ങനൊരു ഫീൽ കിട്ടും കേട്ടോ. സീരിയസ്ലി ഈ ജോലിയൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് വെക്കണം. അല്ലേ പിന്നെ നമ്മൾ ചെയ്യേണ്ട ദിവസം വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. വീടൊന്നും വൃത്തിയല്ലാത്ത മാതിരി ഫീൽ ചെയ്തു. ചെറിയൊരു OCD പ്രോബ്ലം ഉള്ള വ്യക്തിയാണ് ഞാൻ. പ്രായമായില്ലേ, കുഞ്ഞിനൊക്കെ പാടാണ്. ഇതൊക്കെയാണ് മൂന്ന് എത്രയും പെട്ടെന്നൊരു പെണ്ണ് കഴിക്കണോ കല്യാണം കഴിക്കാനുള്ളത്. ഒന്നുമില്ലെങ്കിൽ നമ്മളോട് ജോലിക്കല്ല ഹെൽപ്പാവുമല്ലോ. നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. ആരും ഇരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. നമ്മുടെ പഴയ ഫ്ലാറ്റായ സമയത്ത് അതിൻ്റെ പുറത്ത് ഇരുന്ന് എല്ലാവരും കഴിക്കുള്ളൂ. പക്ഷെ ഇവിടെ ഈ ഇടയില്ലാതെ ഞാനും മോനിസ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുണ്ട് അതിൻ്റെ മണ്ടയിലൊന്നും കയറാൻ പറ്റത്തില്ല. നമ്മുടെ TV കണ്ടി സോഫയിൽ ഇങ്ങനെ ഇരിക്കും ഭക്ഷണം കൊണ്ട്. ഏറ്റവും വലിയ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ വീട് തൂത്തരി തുടയ്ക്കുന്നതെന്ന് ഞാൻ പറയും. സീരിയസ്ലി വലിയൊരു ജോലിയാണ്. 1 മണിക്കൂർ മുമ്പ് എനിക്ക് തൂത്തരി തുടച്ച് തീർക്കുകയും വേണം. അപ്പോഴത്തേക്ക് 1:15 ആകുമ്പോഴത്തേക്ക് മോനിസ് വരും. കാരണം ഇന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചാൽ നാളെ വ്യാഴാഴ്ചയാണ്. നാളെ രാവിലെ ഡോക്ടറെ അടുത്ത് പോകണം. പിന്നെ മറ്റന്നാൾ വലിയ ഒരു ചൊവ്വയും വെള്ളിയും നമ്മൾ വീട് അന്നത്തെ ദിവസം തൂത്തുവാരി തുടങ്ങണം. അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ തൂത്തുവാരി തുടങ്ങണം. ഈ വെള്ളിയും ചൊവ്വയൊന്നും അന്നത്തെ ദിവസം തൂത്തുവാരി വെച്ചാൽ അന്ന് മഹാലക്ഷ്മിയാണ് നമ്മുടെ വീട്ടിൽ കൂടിയിരിക്കുന്ന ദിവസങ്ങളാണ്. അന്ന് തൂത്തുവാരി കളഞ്ഞാൽ അവരെ കളയുന്ന പോലെ ഇരിക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതാണ് നമ്മൾ തുടയ്ക്കുന്നത്. ഇതാണ് മിഷ്യൻ. അല്ലേ, കാരണം മറ്റേ കൈ വെച്ച് പിഴിയുന്നതൊക്കെ എനിക്ക് ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഇതാണ് നല്ലത് വെച്ചിട്ട് ഈ സാധനം മേടിച്ച് ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ തുടപ്പ്. ആദ്യമേ ഹോൾ ഉടയ്ക്കാം. ആദ്യം ഞാൻ തുടങ്ങുമ്പോൾ എന്തായാലും പറയാം, ഫാനെങ്കിലും പെട്ടെന്ന് ഉണങ്ങണമല്ല. ഒരു ക്ലിപ്പ് പോലെ സാധനം അതിങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം വരാറുണ്ട്. അത് വെച്ചിട്ടൊന്ന് തുടപ്പാം. ഈസിയാണ്, കാരണം എനിക്കൊക്കെ ഇത് വെച്ച് തുടയ്ക്കാൻ പറ്റത്തുള്ളൂ. ഈ മറ്റേ എനിക്ക് നേരത്തെ ദേഹത്തെപ്പോഴും മറ്റേ നീര് വെക്കില്ലേ, അതുകൊണ്ട് എനിക്ക് കൂടുതൽ നേരമൊന്നും കുഴിഞ്ഞിങ്ങനെ തുടയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഈസിയാണ് കേട്ടോ. ഇതൊന്ന് മേടിച്ച് നോക്കും നിങ്ങളെല്ലാവരും. ഞാനിത് നമ്മുടെ ഇപ്പം പുതിയൊരു മോള് തുടങ്ങിയില്ലേ, അവിടുന്ന് മേടിച്ചതാണ്. ഫോറം ഉണ്ട്, ഫോറമാണ് മറ്റേ പ്രസ്റ്റീജിന്റെ, അവിടുന്ന് മേടിച്ചതാണ്. ഈസിയാണ്, തുടച്ചൊക്കെ വരും. ഇന്ന് തുടച്ചാൽ നാളെ തുടയ്ക്കില്ല, മറ്റന്നാൾ തുടയ്ക്കും, അങ്ങനെ തുടയ്ക്കും. അവിടെ അധികം പൊടി അഴുക്കൊന്നും വരത്തില്ല. ഇനിയിപ്പം നാളെ തുടയ്ക്കത്തില്ല.
സാധാരണ ഞാൻ വ്യാഴാഴ്ച ദിവസങ്ങളാണ് വീട് തുടയ്ക്കുന്നത്, വെള്ളിയാഴ്ച തുടയ്ക്കില്ല. ഇനി എന്തായാലും വെള്ളിയാഴ്ച തുടയ്ക്കില്ല, ശനിയാഴ്ച തുടയ്ക്കും. ബാക്കി പൊടി വരുന്ന ജസ്റ്റ് ഒരു ടിഷ്യൂവിൽ പൊതിഞ്ഞ് എടുക്കുക. ഞാൻ റൂം തുടയ്ക്കാൻ പോയി തരാം. ഇനി എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കുഴഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഉള്ളതാണ് കേട്ടോ. നല്ല നീറ്റായിട്ടില്ലേ. അപ്പോൾ അതേ കിച്ചണും കാണിച്ചു തരാം. കിച്ചണും നീറ്റായിട്ടുണ്ട്. അതുകൊണ്ട് പിക്കിള്, സാമ്പാർ, ചോറ്, ചമ്മന്തി വറുത്തത്, ഇതൊക്കെ എൻ്റെ മണി പ്ലാന്റാണ് കേട്ടോ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇവിടെ ഫ്രിഡ്ജിൻ്റെ അവിടെ കൊണ്ടുവരണം. പിന്നെ ഇവിടെ മൊത്തത്തിലൊരു മണി പ്ലാന്റ് മയമാണ് കണ്ടോ. ഭയങ്കര ഇഷ്ടമാണ് മണി പ്ലാന്റ്. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇതേ നമ്മുടെ സൈന്ധവി ഡിസൈൻ, പഴയ സൈന്ധവി ഡിസൈൻസിൻ്റെ മുകളിൽ, നമ്മുടെ അമ്പലത്തിൻ്റെ മുകളിൽ ഇവിടെ എല്ലാം മണി പ്ലാന്റാണ്. പിന്നെ നമ്മുടെ വേണ്ടേ ഇവിടെ ഇത് നമ്മുടെ ഇടനാഴിയാണ്. നമ്മുടെ റൂം, ഇതെൻ്റെ റൂം കേട്ടോ. എല്ലാം നീറ്റായില്ലേ. അപ്പോൾ അതേ ക്ലീനിങ് കഴിഞ്ഞ് ഇത് ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് റിലാക്സ് ചെയ്ത് ഇവിടെ നിന്ന് ഇരുന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് പോയി അടുത്ത ജോലി ചെയ്യാം. ഇനി തുണിയൊന്ന് വിരിക്കാനുണ്ട്. അപ്പം ഇതൊന്ന് ഓട്ടിച്ചിട്ട് ചെയ്തതാണ്. ഒരു ദിവസത്തെ ഫുൾ ഡേ ലൈഫ് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇത്രയും കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് ചെറിയ കുട്ടി വ്ളോഗായിട്ട് ഓടി വരാം. അതുവരയ്ക്കും ഓക്കെ, ബൈ ബൈ, ടാറ്റ.